ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഗാർഡൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാനാണ് കേട്ടോ പോണത്. അപ്പോൾ തെങ്ങിൻ്റെയും ജാതിയുടെയും ചുറ്റിലൊക്കെ ഞാൻ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളമിട്ട് മൂടാൻ വേണ്ടി ആ ചെടികളൊക്കെ എനിക്ക് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. മുൻപുണ്ടായിരുന്ന ഗാർഡൻ്റെ ചിത്രം ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീട് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും മുൻപിലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. ഇപ്പോൾ കൊറോണ തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ ചെടികളോടുള്ള സ്നേഹം കൂടിയത്. കൊറോണ വന്നതിന് ശേഷം നമുക്കൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ തുടങ്ങി. ഒരുപാട് വീട്ടമ്മമാർ കൃഷി ചെയ്യാൻ തുടങ്ങി. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ആവശ്യം സൃഷ്ടിയുടെ മാതാവ് എന്നല്ലേ പറയുക. നമുക്ക് ആവശ്യം വന്നപ്പോൾ നമ്മൾ കൃഷിയിലേക്കൊക്കെ ഇറങ്ങിയില്ലേ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപാടികളെല്ലാം ഞാൻ വേഗം തന്നെ അവസാനിപ്പിക്കുകയാണ്. പണ്ടത്തെ പോലെ ഗാർഡൻ ആക്കാനായിട്ട് ഇനിയും ഒരുപാട് പണികൾ ചെയ്യാനുണ്ട്. തൽക്കാലം ഞാനിതൊക്കെ അവസാനിപ്പിച്ചു. ഇനി പിന്നീട് ഒരു ദിവസം ചെയ്യാം. ഇന്നൊരു മഴ ദിവസമാണ് കേട്ടോ, നല്ല മഴയാണ്. അപ്പോൾ എന്ത് കറി വെക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് ചേമ്പുംതാൾ നിൽക്കണ കണ്ടത്. അപ്പോൾ ഇന്ന് എന്തായാലും ചേമ്പുംതാൾ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് കരുതി. എന്തായാലും കർക്കിടക മാസമല്ലേ. ഞാനപ്പോൾ വേഗം പോയി കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. മോൻ്റെ ഒരു പഴയ കുടയുണ്ടായിരുന്നു. പഴയ കുടയല്ല, ഒരു തൊപ്പിക്കുട. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നടക്കണേ. അധികം മൂക്കാത്ത 2 ചെറിയ തണ്ട് നോക്കി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് മൂത്തതായി കഴിഞ്ഞാൽ വേവാൻ പ്രയാസമായിരിക്കും തോന്നുന്നു. കൊളസ്ട്രോളൊക്കെ കുറയാനായിട്ട് ചെമ്പുംതാൾ നല്ലതാട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇലയൊക്കെ ചെത്തിക്കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് മുറത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഇനി അതിൻ്റെ തൊലി അങ്ങ് ചീന്തി എടുക്കുകയാണ് കേട്ടോ. ശേഷം കുനുകുനാന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. പരിപ്പിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ എന്തായാലും ഇപ്പോൾ പരിപ്പിട്ട് വെക്കണില്ല. സാധാ ചെമ്പുംതാൾ മാത്രമായിട്ടാണ് വെക്കണത്. ചെറിയ കഷ്ണങ്ങളായി നുറുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെറുതായി നുറുക്കിയേ ഉള്ളൂ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനിത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ കർക്കിടക മാസത്തിൽ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാളികേരമാണ് കേട്ടോ. അരമുറി നാളികേരം ചെരുകിയെടുക്കുക. ശേഷം 4-5 പച്ചമുളകിന് പകരം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 5-6 ഉള്ളി ചേർക്കണം. പിന്നെ കുറച്ചൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി അങ്ങ് വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ നുറുക്കി വെച്ച ചേമ്പുംതാൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ. അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പുളി ഒഴിക്കുക കേട്ടോ. പുളി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരപ്പ് ചേർക്കുക. അതായത് നാളികേരവും ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ടുള്ള അരപ്പ് ചേർക്കുക. തിള വരുമ്പോൾ പിന്നെ ഉള്ളിയല്ല കേട്ടോ, കടുക് പൊട്ടിക്കുക. ഇതേപോലത്തെ നാടൻ കറികളിലൊക്കെ കടുക് താളിച്ച് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും അല്ലേ, നല്ല സ്വാദുമായിരിക്കും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.